മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയാക്കുന്നതിൽ തമിഴ്നാട് വിജയിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ കാണുന്നത്. കേരളത്തിന് കൃത്യമായൊരു നിലപാടില്ല, കേരളത്തിന് കൃത്യമായൊരു സൊല്യൂഷനില്ല. സുപ്രീം കോടതി വിധി ഇപ്പോൾ തമിഴ്നാടിന് അനുകൂലമാണ്. 142 അടി വരെ ജലനിരപ്പ് ഉയർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തമിഴ്നാടിൻ്റെ ലക്ഷ്യം 152 അടിയാണ് എന്ന് പറഞ്ഞാൽ പരമാവധി ജലനിരപ്പിൽ മുല്ലപ്പെരിയാർ എത്തിക്കുക എന്നതിനാണ് അവർ ശ്രമിക്കുന്നത്. അവരുടെ മന്ത്രി കഴിഞ്ഞ ദിവസം കുമിളിയിൽ വന്ന് പറഞ്ഞു, ഞങ്ങൾ പരമാവധി ജലനിരപ്പ് ഉയർത്താൻ പോവുകയാണ് മുല്ലപ്പെരിയാർ, അത് 152 ആക്കാൻ പോവുകയാണ്. അവർ കോടതിയിൽ പോവും, അല്ലെങ്കിൽ മറ്റു രീതികൾ തേടും. അതിൻ്റെ റിപ്പയറിംഗ് അവകാശം അവർക്കാണ്. ഒരു കോടതി പോയാൽ അവരത് നേടിയെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിന് കാരണം കേരളത്തിൻ്റെ നിലപാടിലെ പരമാബദ്ധങ്ങളാണ്. തുടക്കത്തിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, കേരളം 136 അടിയിൽ വെള്ളം നിർത്തണം എന്നാവശ്യപ്പെട്ടത് തന്നെ കേരളത്തിൻ്റെ ഭാഗത്ത് തെറ്റാണ്. 110-120 വർഷം പഴക്കമുള്ള ഒരു ഡാമിൽ 136 അടിയിൽ കൂട്ടരുത് എന്നേ കേരളം പറഞ്ഞിട്ടുള്ളൂ. അതിലെ ചതിയുണ്ട്, അതിലേക്കിപ്പോൾ നമ്മൾ പോകുന്നില്ല. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം 136 സേഫ് ആണെങ്കിൽ 142 സേഫ് ആണെന്നും 142 സേഫ് ആണെങ്കിൽ 152 സേഫ് ആണെന്നും സ്ഥാപിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇവർക്ക് വഴിമരുന്നിട്ട് കൊടുത്ത് കേരളം തന്നെയാണ്. കേരളത്തിൻ്റെ ഉദ്ദേശം പുതിയ ഡാം പണിയലാണ്. ഒരു കാലത്തും അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഡാം അല്ലാതെ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരങ്ങൾ സുപ്രീം കോടതിയിൽ ഞാൻ കൊടുത്ത കേസിലാണ് സുപ്രീം കോടതിയിലെ വിധി വന്നിട്ടുള്ളത്. 50 അടി ആഴത്തിൽ ഒരു പൈപ്പിട്ടാൽ തമിഴ്നാടിന് വെള്ളം കൊണ്ടുപോകാം. പരമാവധി 104 അടിയിൽ ഇത് നിർത്തിയാൽ മതി, ഒരു അപകടവുമില്ല. സുപ്രീം കോടതി സെക്കൻഡ് ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞ് നൽകിയ വിധിയാണത്. ആ വിധി എന്തുകൊണ്ട് കേരളം മിണ്ടുന്നില്ല, കേരളമായി പരിശോധിക്കുന്നില്ല? ആദ്യത്തെ ഓൾട്ടർനേറ്റീവ് പുതിയ ഡാം പണിയലാണ്. രണ്ടായാലും തമിഴ്നാടിൻ്റെ സമ്മതം വേണം. നേരെ മറിച്ച് ഇതിനൊരു പക്ഷേ തമിഴ്നാട് സമ്മതം നൽകിയേക്കും. കാരണം ഈ ഡാം നശിച്ചാൽ തമിഴ്നാടിൻ്റെ എല്ലാ കൃഷിയും പോകും. അതിന് തമിഴ്നാടിനെ പ്രേരിപ്പിക്കാനാണ് കേരളം ശ്രമിക്കേണ്ടത്. പക്ഷേ കേരളത്തിൻ്റെ ദുഷ്ടലാക്ക് അതിൽ പറഞ്ഞതുപോലെ 136 അടി നിർത്തി കുമിളിയിലെ ടൂറിസം നിലനിർത്താനും പുതിയ ഡാം എങ്ങനെയെങ്കിലും അനുമതി വാങ്ങി കുറെ കാശ് തട്ടാനും ഇവിടുത്തെ വനം നശിപ്പിക്കാനും ഒക്കെയാണ് അവർ ശ്രമിക്കുന്നത്. രണ്ടും നടക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് ശാസ്ത്രീയമായ സൊല്യൂഷൻ ഇതിനുണ്ട്. സുപ്രീം കോടതി വിധിയുണ്ട്. ആ സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്ന് കേരളവും തമിഴ്നാടും ഇപ്പോൾ വളരെ അടുത്ത പൊളിറ്റിക്കൽ റിലേഷനുള്ള ആളുകളാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇവിടെ വന്നു പോയത്. അപ്പോഴെങ്കിലും ഇത്തരത്തിലൊരു ചർച്ച ആരംഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ ദുഷ്ടലാക്ക്, കേരളത്തിലെ ചില സ്ഥാപിത താല്പര്യങ്ങൾ ആണ് മുല്ലപ്പെരിയാറിലെ പരിഹാരത്തെ ഇല്ലാതാക്കുന്നത്. അതിന് കേരളം വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ, പ്രത്യേകിച്ചും കാലാവസ്ഥാ മാറ്റത്തിൻ്റെ വലിയ സൂചനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും കിഴക്കൻ മേഖലയിൽ ബംഗാൾ ഉൾക്കടലിൽ വലിയ തോതിൽ ന്യൂനമർദ്ദവും കാറ്റും കൊടുങ്കാറ്റും ഒക്കെ പറയുന്നുണ്ട്. അവിടെ മഴ കൂടുതൽ കിട്ടിയാൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയരുകയും അങ്ങനെ ഉയർന്ന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിന് ഉത്തരവാദികൾ തമിഴ്നാടായിരിക്കില്ല, കേരളമായിരിക്കും. കാരണം അവരുടെ മുമ്പിൽ ഇപ്പോൾ ഒരു വഴി തുറന്നു കിടക്കുന്നുണ്ട്. ആ വഴി അവർ മുമ്പോട്ട് കൊണ്ടുപോകണം. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് പരിഹാരം കാണാൻ കഴിയണം. ഇപ്പോൾ കഴിഞ്ഞില്ലെങ്കിൽ ഇനി അത് അടുത്ത എളുപ്പത്തിലൊന്നും കഴിയില്ല. അതിന് മുൻകൈ എടുക്കണം. അല്ലെങ്കിൽ ഈ ഇന്നിപ്പോൾ റോഷി അഗസ്റ്റിനൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കൊക്കെ കേട്ടാൽ നമുക്ക് ചിരി ചത്തുപോകും. കാരണം 1 ഇഞ്ച് ഭൂമി തമിഴ്നാടിന് വിട്ടു കൊടുക്കില്ല. എന്തിനാ ഇവരുടെ ഇഞ്ച് ഭൂമി വിട്ടു കൊടുക്കണേ? തമിഴ്നാടിൻ്റെ പാട്ടക്കരാർ കയ്യിലുണ്ട്, അവരുടെ ഭൂമി മാത്രം മതി അവർക്ക്. 152 അടിയാക്കി വെള്ളം ഉയർത്തിയാലും കേരളത്തിൻ്റെ 1 ഇഞ്ച് ഭൂമി പോലും അവർക്ക് ആവശ്യമില്ല. അങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ. ഇപ്പോൾ കേരളം കൈവശം വെച്ചിരിക്കുന്ന കുറേ ഭൂമി മുങ്ങിപ്പോകും കുമിളിയിലൊക്കെ. അതിന് കാരണം അത് കയ്യേറ്റ ഭൂമിയാണ്, പാട്ട നിയമപ്രകാരം കയ്യേറ്റ ഭൂമിയാണ്. അതുകൊണ്ട് കുമിളി ടൗൺ ഇല്ലാതാവും നാളെ. കേരളത്തിന് നാളെ ഏത് അവസ്ഥയിലും ഒരു ഭീകര അപകടാവസ്ഥ ഉണ്ടാവും. ഇത് മറികടക്കാനുള്ള വഴി ഏറ്റവും വേഗത്തിൽ തേടണം എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും സർക്കാരിനോടും അഭ്യർത്ഥിക്കാനുള്ളത്.